നിറങ്ങളിൽ നിർമ്മിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കൺമണി ബാബു സേട്ട് നിർമ്മിച്ച് രാമു കാര്യാട്ട് സംവിധാനം നിർവഹിച്ച ചെമ്മീൻ എന്ന മനോഹരമായ ചലച്ചിത്രം. 1965 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ സിനിമയാണ് ചെമ്മീൻ. കാൻസിലും ഷിക്കാഗോ ചലച്ചിത്രമേളകളിലും ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിച്ചിരുന്നു. പിൽക്കാലത്ത് ഇംഗ്ലീഷിൽ ദി ആങ്കർ ഓഫ് ദ സീ എന്നും ഹിന്ദിയിൽ ലഹറൈൻ എന്നും ഡബ് ചെയ്ത് ചെമ്മീൻ എന്ന മനോഹരമായ ചലച്ചിത്രം പുറത്തിറങ്ങി. ചെമ്മീൻ എന്ന മനോഹരമായ സിനിമ റിലീസ് ചെയ്തിട്ടെന്ന് 60 വർഷം പിന്നിടുകയാണ്. തകഴി ശിവശങ്കരപിള്ള എന്ന പ്രശസ്തനായ നമ്മുടെ എഴുത്തുകാരൻ നോവലിസ്റ്റും 3 ആഴ്ചകൾ കൊണ്ടെഴുതിയ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കിയുള്ള ചെമ്മീൻ കേരള തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നടക്കുന്ന കഥയാണ്. ഈ സിനിമയുടെ ഇതിവൃത്തം പ്രണയത്തിനും സംഗീതത്തിനും വൈകാരിക ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ച ചെമ്മീൻ എന്ന സിനിമ നമുക്കേറെ അഭിമാനിക്കാവുന്ന കലാമൂല്യമുള്ള ഒരു സിനിമയായിരുന്നു. ഒരു സിനിമയുടെയും വിജയത്തിനായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ആ സിനിമയുടെ നിർമ്മാതാവ് തന്നെയാണ്. നിർമ്മാതാവിൽ ഒരു കലാകാരൻ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള കൺമണി ബാബു സേട്ട് നിശ്ചയിച്ചിരുന്ന ഈ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന നിർമ്മാതാവ് പിന്മാറിയപ്പോൾ അദ്ദേഹം ഈ ചെമ്മീൻ എന്ന സിനിമ ഏറ്റെടുക്കുകയായിരുന്നു. അത് ഏറ്റെടുക്കുവാൻ തയ്യാറായത് അദ്ദേഹം സിനിമയെ അത്രയധികം ഗൗരവപൂർവ്വം കണ്ടിരുന്ന ഒരു മഹാനായ കലാകാരനായതുകൊണ്ട് മാത്രമാണ്. ചെമ്മീൻ എന്ന ചലച്ചിത്ര കാവ്യം ജനഹൃദയങ്ങളെ ഏറെ സ്വാധീനിക്കാനുണ്ടായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ആ സിനിമയുടെ ഛായാഗ്രഹണം. മാർക്കസ് ബെറ്റ്ലിയും യു രാജഗോപാലും ചേർന്ന് സാങ്കേതികത അത്ര കണ്ട് പുരോഗമിക്കാത്ത ആ ഒരു കാലഘട്ടത്താണ് കടലിന്റെ ഭംഗി എത്ര മനോഹരമായാണ് തങ്ങളുടെ ക്യാമറയിൽ അവർ ഇരുവരും ചേർന്ന് ഒപ്പിയെടുത്തിരിക്കുന്നത്. ഈ സിനിമ ചെമ്മീൻ എന്ന സിനിമ ഈ സിനിമയുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം ഈ സിനിമയുടെ ചിത്ര സംയോജനം തന്നെയാണ്. ഈ സിനിമയുടെ വിജയത്തിനായി ഋഷികേഷ് മുഖർജിയും KD ജോർജും ചേർന്ന് നിർവഹിച്ച ചിത്ര സംയോജനം ഏറെ ശ്രദ്ധേയമാണ്. ഒരു മനോഹരമായ കാവ്യം പോലെയാണ് അവർ ചിത്രങ്ങൾ സംയോജിപ്പിച്ചത്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ആ ഒരു കാലഘട്ടം കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. സാങ്കേതികത ഇത്ര കണ്ട് വളർന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ചെമ്മീൻ എന്ന മഹത്തരമായ സിനിമയുടെ ചിത്ര സംയോജനം ഇവർ ഇരുവരും ചേർന്ന് നടത്തിയത്. എന്തായാലും അവരോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ആരാധനയും തോന്നുന്നു. സംവിധായകന്റെ കലയാണ് സിനിമ. ഇവിടെ രാമു കാര്യാട്ട് എന്ന അതുല്യ പ്രതിഭ, അദ്ദേഹത്തെ ഞാനിവിടെ സ്മരിക്കുന്നു. വളരെ അധികം കഠിനാധ്വാനം ഈ ചിത്രത്തിന്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആയതിന്റെ ഫലം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. പ്രതിഭാധനനായ ഒരു സംവിധായകനായിരുന്നു രാമു കാര്യാട്ട് സർ. മറ്റൊരു സവിശേഷത തകഴിയുടെ മനോഹരമായ ഒരു ഇതിവൃത്തമായിരുന്നു ചെമ്മീൻ്റേത്. ആ കഥയ്ക്ക് ആ നോവലിന്റെ ചലച്ചിത്രാവിഷ്കരണം അതിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത് SL പുരം സദാനന്ദൻ മാഷാണ്. ഒരു കാലഘട്ടത്തെ പ്രണയസങ്കല്പങ്ങൾക്ക് കൂടുതൽ നിറം പകർന്ന കഥാപാത്രങ്ങളായ ചെമ്മീനിലെ കറുത്തമ്മയും പരിക്കുട്ടിയും മധുസാറും ഷീലാമ്മയും ചേർന്ന് ഈ കഥാപാത്രങ്ങളെ അനശ്വരമാക്കി. സിനിമയുടെ ക്ലൈമാക്സിൽ ഈ പ്രണയ ജോഡികൾ ജീവിതം ഉപേക്ഷിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ വെല്ലുവിളിയായിരുന്നെങ്കിലും ആ ക്ലൈമാക്സാണ് ചെമ്മീൻ എന്ന സിനിമയുടെ ഹൈലൈറ്റ്. പ്രതിഭാധനനായ താരത്തിന്റെ ജീവിതത്തിൽ നാഴികക്കല്ലായിരുന്നു ചെമ്മീനിലെ പളനി. ആകാരവും രൂപവും യാഥാസ്ഥിതികമായ അഭിനയ പ്രകടനത്താൽ സത്യൻ മാഷർ പളനി എന്ന കഥാപാത്രത്തിന് പുത്തൻ ജീവൻ നൽകുകയായിരുന്നു. എന്നും അവിസ്മരണീയമാണ് അദ്ദേഹത്തിന്റെ പളനി എന്ന കഥാപാത്രവും ആ പ്രകടനവും. ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രകടനമായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ മാസ്റ്ററുടെ ചെമ്പൻകുന്ന് എന്ന ചെമ്മീനിലെ കഥാപാത്രം. ഈ മഹാപ്രതിഭയുടെ കാലത്ത് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ
ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്തൊരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ, എന്തൊരു ഭാവാഭിനയമായിരുന്നു. കഥാപാത്രത്തോട് എത്രയോ നീതി പുലർത്തിയിരുന്നു അദ്ദേഹം. ചെമ്പീൻ എന്ന സിനിമയിൽ എന്നെ ഏറെ ആകർഷിച്ച കഥാപാത്രം അടൂർ ഭവാനി ചേച്ചി അവതരിപ്പിച്ച് ചക്കി മരക്കാത്തിയായിരുന്നു. തികച്ചും റിയലിസ്റ്റിക്കായ അഭിനയമായിരുന്നു. വിത്തുകൾ പാകി ഹാസ്യഭാവങ്ങൾ ഉൾക്കൊണ്ട് അച്ചൻകുൻ എന്ന കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയ നാടകാചാര്യൻ SP പിള്ള സാറിനെയും ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ പരിവേഷം നൽകിയ സിനിമയാണ് ചെമ്മീൻ. അഭിനയത്തിൻ്റെ നിലയിലായാലും സാങ്കേതിക വശങ്ങളിലായാലും എന്തുകൊണ്ടും മികച്ചൊരു സിനിമയായിരുന്നു ചെമ്മീൻ. ഒരു പുത്തൻ പരിവേഷം സൃഷ്ടിച്ച സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. മഹത്തരമായ ഈ സിനിമ പിറന്നിട്ട് ഇന്ന് 60 വർഷം പിന്നിടുകയാണ്. 60 എന്നല്ല, 600 വർഷം പിന്നിട്ടാലും ഈ സിനിമയിലെ ഗാനങ്ങളൊക്കെ നമ്മുടെ നാവിലുണ്ടാവും. ഈ സിനിമയുടെ സവിശേഷതകൾ ഈ ലഘു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ സിനിമയിലെ സംഗീത വിഭാഗമാണ്. വയലാർ, സലീൽ ചൗധരി ജോഡികൾ ഒരുക്കിയ കഥ സന്ദർഭത്തിന് അനുയോജ്യമായ മനോഹരമായ ഗാനങ്ങൾ, പ്രത്യേകിച്ചും മന്നട സാബ് ആലപിച്ച മാനസമൈനെ വരൂ എന്ന ഗാനം, വിരഹഗാനം. ആ ഗാനമൊക്കെ ഇന്നും നമ്മുടെ നാവിൽ ഉറുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60 എന്നല്ല 600 വർഷങ്ങൾ കഴിഞ്ഞാലും ചെമ്മീൻ സിനിമയും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ ആ ഒരു ആവിഷ്കാരവും അതിലെ ഗാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ചിത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന അണിയറ പ്രവർത്തകരും താരങ്ങളിലും പലരും ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. എങ്കിൽ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ അവർ തീർത്ത ഒരു സംസ്കാരത്തോട് പെട്ടെന്ന് യാത്ര പറഞ്ഞു പോയവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ഈ ചെമ്മീൻ സിനിമയെക്കുറിച്ചുള്ള ഈ ലഘു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കാനും ഷെയർ ചെയ്യണമെന്നും, കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു.